ലോനപ്പേട്ട ലോനപ്പേട്ട മതിയടാ ലോനപ്പേട്ട. യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. So good morning guys. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പാർട്ട് 2 ബാംഗ്ലൂർ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പരിപാടികൾ ഉണ്ട്, നമ്മളെല്ലാവരും ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ഓട്ടോയിൽ കുത്തിച്ചെരുവി, ഒരു പയ്യൻ കൂടി ഉണ്ട് ഇവിടെ ബാക്കിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ ഇപ്പം കുത്തിച്ചെരുവി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ ബർത്ത്ഡേയുടെ കുറച്ച് പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്താ എടുത്തേക്കണ ഹോളല്ലേ, ഒരു കുഞ്ഞു ഹോൾ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഒരു കുഞ്ഞു ഹോൾ എടുത്തിട്ടുണ്ട്. സോ അവിടെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എല്ലാ കിരൺ ബ്രോന്റെ പ്ലാനാണ്. മസബ്രൈ വലിയ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ എലിയൊക്കെ വരുന്നവരെ അവർക്ക് അറിയത്തില്ലായിരുന്നു. എലി ഹൈദരാബാദ് പോയേക്കുവാണ്. അപ്പം അവർ വരുന്നുണ്ട്. അവരെല്ലാവരും വന്നിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും ഒരു കേക്ക് മുറിക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു പരിപാടി. പിന്നെ ഇവർ കുറച്ച് ഗിഫ്റ്റ് വേറെ കൊടുക്കാനുണ്ട്. ആ ഗിഫ്റ്റോടെ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഹോൾ എടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കഫേ ഉണ്ട്. കഫേയുടെ മേളിലത്തെ നമ്മൾ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അവിടെ ഇനി പോയി ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടിയിട്ട് സെറ്റ് ആക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അലീനയുടെ അടുത്ത് പറഞ്ഞേക്കണേ, നമ്മൾ ഇവിടെ എനിക്കൊരു മോണിറ്റർ നോക്കണം, ഇവിടെ ഒരു കടയുണ്ട് HCL എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകണമെന്നാണ് അലീനയുടെ അടുത്ത് പറഞ്ഞേക്കണേ. പക്ഷേ ഇന്നലെ കിരൺ ബ്രോ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നാളെ നേരത്തെ പോണേ എന്നിങ്ങനെ റാൻഡംലി പറഞ്ഞായിരുന്നു. എന്തായാലും പുള്ളിക്കാരത്തി ഡൗട്ടുണ്ട്. ഒരു ഡൗട്ടും എക്സ്പെക്ട് ചെയ്തില്ല സംഭവം, ഇങ്ങനത്തെ സംഭവം എക്സ്പെക്ട്. നമ്മളിന്നലെ കേക്ക് മുറിച്ച്, നമ്മളിന്നലെ തട്ടിക്കൂട്ടല്ലാതെ നമ്മളൊരു നല്ല രീതിയിൽ കേക്ക് അങ്ങ് മുറിച്ചോണ്ട് അവളെന്തായാലും ഇത് എക്സ്പെക്ട് ചെയ്തില്ല. വീണ്ടും കേക്ക് മുറിക്കാൻ പോവാണ്. വേറെ ആരും വരുമൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ ഇത്ര പേരെ ഉള്ളെന്ന് പറഞ്ഞുള്ള സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോണേ. അണ്ണ അടിച്ചൊക്കെ വിളക്കണ് കൊണ്ടുപോകും കേട്ടോ മിക്കവാറും. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ. സോ ഇവിടെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി സെറ്റ് ചെയ്ത് ഫുൾ സെറ്റാക്കും. ഹലോ ബംഗാളീസ്, പണിയെടുക്കണം കേട്ടോ. ഞാൻ ഒൺലി വ്ളോഗിങ് ബ്രദർ, നമ്മൾ വന്നേക്കുന്നത് സിയാൻസ് കഫേയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിശാലമായ ഒരു ഡെക്കറേഷൻസ് മേടിക്കാനായിട്ട് കടയിലെത്തിയിട്ടുണ്ട്. ഇത് കിരൺപൂർ ഇതൊക്കെ ഉണ്ടോ വലിയ? ഇറ്റ്സ് എ ഗേൾ. ഇറ്റ്സ് എ ഗേൾ. ഇത് വാങ്ങിച്ചാൽ സർപ്രൈസ് കൊടുക്കാം. വന്ദേ മാതരം. കത്തി മേടിക്കാം, നമുക്ക് ആരെങ്കിലും പറ്റിക്കാം. എടാ നമ്മൾ ചതിക്കാത്ത ചന്തുവിലുള്ളല്ലേ ഇത്? ആ കത്തി തന്നെ. പോയി മാസ്ക് വെക്കാൻ എന്താ, പോയി മാസ്ക് വെച്ചിട്ടാ ചേരുന്നുണ്ടല്ലോ അവന്. നമ്മളപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഡെക്കറേഷനുള്ള സാധനമെല്ലാം മേടിച്ചിട്ടുണ്ട്. സെറ്റാണ്. പരിപാടി തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത്രയും സെറ്റാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ അരിക്കണ്ണൻ. ഗൈസ്, അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി കൂടെ ചേരുന്നു. ഹലോ സെലിബ്രിറ്റി. ഓക്കെ, തിരിഞ്ഞു നോക്കണ്ട. അപ്പോൾ ആരെന്ന് റിവീൽ ചെയ്യുന്നില്ല. ശരി. ഈ ഒരു ബർത്ത്ഡേ പാർട്ടിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ചന്ദ്ര? എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ശരിയാക്കിയത്. അപ്പൊ ഈ നിൽക്കുന്നതൊക്കെ എന്താ മരങ്ങളാ? എല്ലാ ആരുടെ ബർത്ത്ഡേ വന്നാലും സ്വന്തമായി ബർത്ത്ഡേ പറയുന്ന കുറെ ഷൊണ്ണകളെ നമുക്കറിയാം. അതിലൊരു ഷൊണ്ണയാണ് ഇവൻ. ആ ഷൊണ്ണയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ബർത്ത്ഡേ പാർട്ടിനെ പറ്റി പറയാനുള്ളത്? നല്ല അഭിപ്രായം. നിനക്ക്? ഓക്കെ, ഇത് ഈ കടയിലെ മുതലാളിയുടെ ഷെയർ ഇട്ടേക്കുന്നത്. ഷെയർ ഉണ്ടേ. ഫുൾ സെറ്റാണ്. ഫുൾ സെറ്റാണ്. ഓൾ സെറ്റ്. അപ്പോൾ ഇനി അലീനെ പോയി വിളിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇനിയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് തിരിച്ച്.
അലീൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നമ്മൾ ചായ കുടിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫേക്കായിട്ടുള്ള വ്ളോഗായിരിക്കും എടുക്കുന്നത്. ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാച്ചുറൽ അഭിനയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. മാനം താഴെ ഹൈ സായാഹ്ന സന്ധ്യ. ഭയങ്കര പീസായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ JP നഗർ അല്ലേ? വെരി പീസ്ഫുൾ, നല്ല ഏരിയ ആണ്. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ബെസ്റ്റ്. അലീന ഇപ്പം വരും. സോ നമ്മൾ അഭിനയം സ്റ്റാർട്ട് ചെയ്യും. ഓ ഏതാ ഈ സുന്ദരി? ഓ ഹലോ, 2 വാക്ക് പറയൂ. നീലക്കുയിലാണ്. ഭർത്താവ് കൂടെയല്ലോ ഇവിടെ പോയി കൊന്നുമല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അലീന ഞാനിട്ട് സ്റ്റോറി കണ്ടിട്ട് ഇഷ്ടമായെന്ന്. ഞാൻ അപ്പം തന്നെ നിങ്ങളുടെ കല്യാണ ഫോട്ടോ അയച്ചു കൊടുത്ത്. സമ്മതിക്കില്ല. എന്റെ ക്രോക്സ് ആണ്. ഇത് എൻ്റെ ഉണ്ടായിരുന്നു നേരത്തെ. ഹലോ ഡേ എന്താ ബ്രൂണോ എന്താ ബാക്കോട്ട് ചെറിയൊരു സർപ്രൈസായിട്ട് എലി സത്യം പറഞ്ഞാൽ ഹൈദരാബാദ് പോയേക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തെ വലിയ തരത്തിൽ സർപ്രൈസൊക്കെ ആയിട്ട് വന്നതാണ് അലീനെ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്ന്. അപ്പോൾ ചെറുതായിട്ട് ഒരു പയ്യൻ സ്റ്റോറി കഴിഞ്ഞിട്ട് വന്നത് പാവ എലി. അപ്പോൾ എലിക്ക് വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് അഭിനയിക്കാന്നാണ് അലീന പറയുന്നത്. അറിയില്ല, ആരും അറിയില്ല. സത്യം അറിയണം. ഈ സ്റ്റോറിയാണ് നമ്മൾ റിവീൽ ആയ സ്റ്റോറി. കണ്ടോ? ഇതിവരല്ലാന്നാണ് ഇവര് പറഞ്ഞത്. അലീന ചോദിച്ചപ്പോ കിരൺ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഞാനല്ലെന്ന്. ഇത് എന്നെ പോലെ വേറെ തൊട്ടടുത്തിങ്ങനെ ഞാനാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കി ഞാനല്ലെന്ന്. ഇത് കഴിഞ്ഞ മാസം എടുത്തതാണ്. ഇന്നലെ പരിഷ്കാരി എന്നിട്ട് കിരൺ പറഞ്ഞ ഇത് കഴിഞ്ഞ മാസം എടുത്തത്. സെയിം ഡ്രസ്. സർപ്രൈസ് ആയത് ഇവര് കൊണ്ടുവന്ന സർപ്രൈസ് ആയല്ലേ, ഭാഗ്യം. ഞാൻ ഉറങ്ങി കിടക്കുമ്പോ ഫോൺ എടുത്ത് നോക്കുന്ന ഇത് ഇവിടെ ചെറ്റാ. അഭിനയിച്ചില്ലേ? ആ മുഖം കണ്ട അളിഞ്ഞ് നാറി. ഇനിയുണ്ട് iPhone 17 Pro Max. ചന്ദ്ര എടുത്ത് കൊടുത്തെറിഞ്ഞ് സർപ്രൈസ് ഒന്നും വേണ്ട. ഗിഫ്റ്റ് എവിടെ വെച്ചിരുന്ന? ഗിഫ്റ്റ് എവിടെ വരുന്നത്? ഗിഫ്റ്റ് എവിടെ ഇരുന്ന്? ഗിഫ്റ്റ് എവിടെ ഇരുന്ന്? എനിക്കറിയാലോ, അറിഞ്ഞൂടാ. ഗിഫ്റ്റ് എവിടെ ഇരുന്ന്? ആ പറ, എവിടെ ഇരുന്ന് അത് പറ. അതെവിടെ ഇരുന്നെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് എത്താത്ത സ്ഥലം വല്ലതും ആയിരിക്കും. എത്താ സ്ഥലത്ത് മറ്റേ ഇവിടെ നമ്മളൊരു ഉറി കിട്ടി തൂക്കിട്ടിരുന്ന മോളില്. ഇനി നിനക്ക് സർപ്രൈസ് ഇല്ല. ഇനി ഒരു കാലത്ത് സർപ്രൈസ് ഇല്ല. ഇനി നമ്മൾ സത്യം പറയട്ടാ, അത് എലിയുടെ ആ വീഡിയോ അല്ലേ, അത് ആയിരുന്നു. അത് നമ്മളാ ചെയ്തത്. സ്കെച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ച. ഒരാൾക്കൊരു സർപ്രൈസ്, ഒരു വീട്ടിൽ നിന്ന് സർപ്രൈസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോ എന്താണ് അലീന? ഞാൻ കണ്ടുപിടിക്കും. ഇനി തരുന്നില്ല അന്നേരം. പിന്നെ ഇനി സർപ്രൈസ് പ്രതീക്ഷിക്കാൻ ചെയ്യരുത്. നമുക്കൊന്ന് മുടിപ്പിക്കാം എല്ലാ തവണ. ഇല്ല, നോ മോർ സർപ്രൈസ്. നിങ്ങളെ ഈ വ്ലോഗ് കാണുന്ന ഒരു കുടുംബം എന്ന കാര്യം തന്നെയാണ്. പടിപടിയെ തകർന്ന ഒരു കുടുംബം എന്നാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ആത്തി കയറി അലീനിപ്പോ വരും. പാവവേലി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ?
ഇനി എനിക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ലേ? സന്തോഷായില്ലേ? ആയില്ലേ? ആയാ സർപ്രൈസ് ആയാ? ഞാൻ കാര്യം പറയാം. വ്ളോഗ് വരുമ്പോഴേ കാറിൽ ഇരുന്ന് കുറ്റം പറഞ്ഞില്ലേ ഭർത്താവിനെ? എന്തൊക്കെ കുറ്റം പറഞ്ഞു. ആണെങ്കിൽ സർപ്രൈസ് ആയതല്ലേ, ഒരു ഹഗ്ഗൊക്കെ കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഗൈസ്, അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളടുത്ത് കഴിക്കാൻ പോകണം. കബാബ് ക്യൂ നമ്മളിവിടെ വന്നിട്ടുണ്ടോ പ്രാവശ്യം? നമ്മൾ ഫസ്റ്റ് ബാംഗ്ലൂർ വ്ളോഗിൽ നമ്മൾ നന്ദി ഹിൽസ് പോണ എൻ്റെ തലേന്ന് നമ്മളിവിടെയാണ് വന്നത്. സ്നേഹനെ മിസ് ചെയ്യണം ഇവിടെ വന്നപ്പോൾ. ഇതാണ് പറഞ്ഞ ഫ്രണ്ട്സിന് ഫോൺ കൊടുക്കലെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. സോയി നമ്മുടെ കയ്യിൽ ഫോൺ തന്നെയാണ്. ഇവിടെ നമ്മൾ സോയിൻ്റെ ഫോട്ടോ സോയിൻ്റെ ഗാലറി തന്നെ എടുത്തിടുക. ഐ ലവ് മൈ സെൽഫ് സെൽഫ് ലവ്. ഐ ലവ് മൈ സെൽഫ് സെൽഫ്. കഴിച്ചാലേ പറയാൻ പറ്റും. കഴിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച്. അത് വെറും ഇടുക അവിടെ കള്ളക്കടയാടി കഴിവേറി. ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്തൂടെ സോയി? ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. എല്ലാരും കൂടി പിച്ച് ചീന്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞു. നമുക്ക് അലീനയുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? അയ്യോ നല്ല ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കുറേ സർപ്രൈസായി, കുറേ ആയില്ല. സർപ്രൈസായി, എലി വരുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതൊക്കെ നല്ല സർപ്രൈസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? സർപ്രൈസ് ആയിരുന്നു. സ്റ്റോറിയിലാണ് പോയത്, പക്ഷേ അതുവരെ ഓക്കെ ആയിരുന്നു. സ്റ്റോറിയിൽ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ല സർപ്രൈസ് ആയിരുന്നു. ആ പന്നമാറി ഭഗവാനെ, ആ പന്നനാറി ഗബ്ബറ് ഗുണം പിടിക്കണേ. അല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും പ്രാഗിയല്ലോ വരുമ്പോ നിന്റെ ഡേ അല്ലേ വൈൻഡപ്പ്? ഗൈസ്, എല്ലാവരും കിരാമി ടീൽസ് സബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദിയുണ്ട്. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും, വന്ന എല്ലാവർക്കും, സർപ്രൈസ് വന്ന എല്ലാവർക്കും, മൂഞ്ചി എല്ലാവർക്കും താങ്ക് യു. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി നാളെ നമുക്ക് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ജസ്റ്റ് ബാംഗ്ലൂർ ഒന്ന് കാണാനും ചുറ്റാനും ഒക്കെ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ സീ ടുമാറോ. സമയം 5:30. ബിഗ് ബോസ്. നാളുണ്ടോടാ സോയി കുറച്ചെങ്കിലും? ഇത്രയും നേരം ഇരുന്ന് ഇവിടെ ബിഗ് ബോസും കണ്ട്
ബിഗ് ബോസും കണ്ട് ഇത് എത്ര സമയം എന്നറിയോ? നമ്മളിവിടെ പുറത്തു പോകുന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരുന്നില്ല, അറിയോ? ബിഗ് ബോസും കണ്ടിട്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. ഇന്ന് നമ്മൾ എണീറ്റപ്പം കുറച്ച് ലേറ്റായി പോയി, കുറച്ചധികം ലേറ്റായി പോയി. അപ്പോൾ ഇന്ന് നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, ഇപ്പം സമയം 5 മണിയായി വൈകിട്ട്. അപ്പോൾ ഒരു 6 മണിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി കുറച്ച് കറങ്ങാമെന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആവും, എന്തായാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്ക് കുറച്ച് ഡ്രോൺ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡ്രോണിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പുറത്തോട്ട് പോകാൻ നിൽക്കുക. നമുക്ക് നോക്കാം, എന്തായാലും തിരിച്ചു വന്നാൽ മതിയായിരുന്നു. കുക്കണ്ണ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞേ. കുക്കണ്ണൻ ഇന്ന് ശരിക്കും വീട്ടിൽ പോയിരുന്നതാണ്. നമ്മളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം കുക്കണ്ണൻ യാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോൾ കുക്കണ്ണ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണേ? എനിക്കൊരു ഐഡിയ ഇല്ല. കുറച്ച് പർച്ചേസിങ്ങിന് സംഭവമൊക്കെ വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞില്ലേ? ആണോ? സാധനം മേടിക്കാൻ പോവും, പറ്റുമെങ്കിൽ സിനിമക്ക് പോവും. ഒന്നും അറിയില്ല, അങ്ങ് ഇറങ്ങും. ഇപ്പൊ 5 മണിക്ക് ഇറങ്ങാതെ പറഞ്ഞതാ. 5 മണി അതാണ് നമ്മുടെ പ്ലാൻ. അതെ, ഒരു പ്ലാനും ഇല്ലാണ്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നോക്കാം എന്തായാലും. ഇപ്പോൾ നമുക്ക് ഡ്രോൺ പറത്തി നോക്കിയല്ല, വരണമാരല്ലോ. അല്ലെങ്കിൽ ഡ്രോണൊക്കെ പോയി കഴിഞ്ഞാൽ ആരെടുക്കും? ഗൈസ്, അപ്പോൾ നമ്മൾ മെമ്മറി കാർഡെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്ക് അറിഞ്ഞൂടാത്ത സ്ഥലമാണ്, തിരിച്ചുവരുമെന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം അങ്ങോട്ട് നോക്കിയേ, അത്യാവശ്യം കിട്ടില്ല ഷോട്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. ആ കണക്റ്റിംഗ് ഡി ജെ വാട്ട. Let's go, guys. ബംഗളൂരു ചെറുക്കം കണ്ടു കേട്ടോ. മെട്രോ നമ്മുടെ ഹോം കാണിക്കുന്നുണ്ടാ? നമ്മളെ കാണിച്ചോ? ഇനി സ്പോർട്സ് പോയിട്ടാലോ? സ്പോട്ട് വേണോ? തിരിച്ചുകൊണ്ട് വരൂ. ഹലോ ഹലോ ഹായ്. കാണുന്നുണ്ടോ നമ്മളെ? കാണാം. മറ്റേ നോക്കണം കേട്ടോ, എവിടെ വേണമെങ്കിലും എന്തും വരാം. സ്പോർട്സ് മോഡാ. അല്ല, ലിമിറ്റ് കാണിക്കൂല്ലോ ദൂരെ പോകുമ്പോ. നല്ല ഒച്ചയുണ്ടല്ലോ. നമുക്ക് ലാൻഡ് ചെയ്യോ? ഹായ്, ഹലോ, സുഖല്ലേ? നമുക്കേ ഒരു സെക്കൻഡ് ചരിഞ്ഞിരിക്കാം. മോഹൻലാലാ? തകരു വൈറ്റ് ഡ്രൈവ്. ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ തെണ്ടിത്തിരിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ കുറേ പിള്ളേർ റോഡിൻ്റെ നടുക്കുന്ന കഴ കാണിക്കുന്നു. നടുക്കുന്നൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നു. നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ കളിക്കണം, എന്തൊക്കെ കേൾക്കണം, വിഷയങ്ങളൊക്കെ ആവുമല്ലേ? അടിമോനെ. നൈസ്. ഗൈസ് നമ്മൾ റോഡ് ടു 50K ആണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അലീന 2 ചാനലുണ്ട്. കിരാമി ടൈൽസ് ആണ്, അൺസബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.
അങ്ങനെ ഒരു ചാനലുണ്ട് അവർക്ക്. പിള്ളേരെ ബോൾ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കയ്യിൽ. മോഷണം തുടങ്ങിയിരിക്കുകയാണ് ചന്ദ്രൻ. ബോൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്നു. പോക്കറ്റ് ഇട്ടിട്ടുണ്ടാണ്. പിള്ളേരിവിടെ ബാറ്റിന് ഇപ്പൊ തന്നെ പിള്ളേർ ബാറ്റിന് തല്ലാനായിട്ട് റെഡി ആയിരിക്കുന്നു അവര്. നമ്മൾ ക്യാബ് വിളിച്ചപ്പോഴത്തേക്ക് റോൾസ് റോയ്സാണ് വന്നത്. ലൈറ്റ് കണ്ടോ? അപ്പോൾ ക്യാബൊക്കെ വന്ന് ഗൈസ് നമ്മളിപ്പോൾ നേരെ HSRലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് പർച്ചേസിങ് പരിപാടിയൊക്കെ ഉണ്ട്. പർച്ചേസ് യെസ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഫോണിന് കുറച്ച് കേസും ഗ്ലാസ്സൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. എല്ലാം പൊട്ടി തകർന്നിരിക്കുകയായിരുന്നു. അതെല്ലാം ഒട്ടിച്ചിട്ട് നമ്മളിപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് അടക്കമാണ്. ഇവിടെ വരാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് വന്നത്. റോങ് ഇവിടെ കിടിലൻ കളക്ഷനാണ്. കിടിലൻ ഡ്രസ്സുണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ ഇതുവഴി പോയപ്പോൾ ഇവിടുത്തെ കുറേ ഡ്രസ്സ് കണ്ടായിരുന്നു. നമുക്കൊന്ന് കയറി ചെക്ക് ചെയ്യാം. ഗൈസ് ഇവിടെ കുറേ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ടീഷർട്ടും ബാഗീസും ഷൂസും ഒക്കെ ഉണ്ട്. നൈസാണ് ഗൈസ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ പർച്ചേസൊക്കെ ചെയ്തിറങ്ങി. എല്ലാവരും എന്നെ വൃത്തിക്ക് പ്രാഗിയിട്ടുണ്ട്. അലീനയൊക്കെ പ്രാഗി നശിപ്പിച്ചെന്നെ. അത് കാണിച്ച് നമ്മളോട് ഇങ്ങനത്തെ പേപ്പർ വ്യത്യാസമുണ്ട് ഇതിന്റെ വെച്ചേക്കുന്നുണ്ടോ? അതായത് ഇവിടെ എന്തോ ഉള്ളത് ഇത്ര നീളമുണ്ട്. കടല ഇതോട്ട് ഇതുവരെ ഉള്ളൂ. അത് 10 എണ്ണം വ്യത്യാസമുണ്ട്. 30 രൂപ. നിനക്ക് ഞാനൊരു ഡയറി തരാം. നീ ഷർട്ട് ഊരിയിട്ടതേ ഈ യൂണിസോളിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഡാൻസ് കളിക്കുകയാണെങ്കിൽ നീ പറയണ സാധനം യൂണിസോളിൽ നിനക്ക് മേടിച്ചു തരാം. അവിടെ ആകെ ഉള്ളത് 2000 രൂപ ഏറ്റവും വലിയ. അതുകൊണ്ടല്ലേ പറഞ്ഞ സാധനം യൂണിസോളിൽ നിന്ന്. സോറി, ചലഞ്ചാണ്. അക്സെപ്റ്റ് ചെയ്യണോ? ഇല്ലല്ല. ഓക്കെ 10000 രൂപ. ഇത് ഇവർക്കൊന്നും ചലഞ്ച് ഏറ്റെടുക്കാനുള്ള എനിക്കില്ല. ലൈൻ കട്ട്. അപ്പോൾ നമ്മുടെ തെണ്ടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി കഴിക്കാൻ പോവാണ്. നമ്മളെവിടെ കഴിക്കാൻ പോകുന്നത്? മെഹദി മന്തിയിൽ പോയിട്ട് മന്തി കഴിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളങ്ങനെ മെഹദി മന്തിയിലെത്തി. നമ്മൾ മജ്‌ലീസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് അടിപൊളിയായിട്ട് കഴിക്കാം. ഓൾ സെറ്റ്. അതെന്തൊരു ചലഞ്ച് പറഞ്ഞാണല്ലോ. അപ്പോൾ അലീനയുടെ ബർത്ത്ഡേക്ക് മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് കുക്കെണ്ണ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ 5 പ്രാവശ്യം നമ്മൾ ഈ കുപ്പി നേരെ 5 ട്രൈ ഉണ്ട്. അതിൽ ഒരു തവണയെങ്കിലും കുപ്പി കറക്റ്റായിട്ട് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ ഇവിടെ വേണ്ട. മാമിക്കില്ല. മാമി ഇതെന്താ ഇങ്ങനെ? സോയ് കമോൺ. സോയ് വാങ്ങിച്ചു കൊടുക്കും. സോയ് വാങ്ങിച്ചു കൊടുക്കും. മാക്കിൻ ലിപ്സ്റ്റിക് ആണ് സോയ്. 3000 3500. ഗൈസ് നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട്. ഇതേതാ? അൽഫാമും മസാല ഷവായി. യെസ്, അൽഫാമും മസാല ഷവായി. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് കൊള്ളാം. റൈസ് അടിപൊളി. ചിക്കനും കുഴപ്പമില്ല, നല്ല ജ്യൂസിയാണ്. മസാല എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മസാല ഷവായി. കൊള്ളാം. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ബൈ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസവും വൈൻഡപ്പ് ചെയ്യുവാണ്. സോ നമ്മൾ നാളെ ഇനി നമ്മുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്നുമില്ലാതല്ല, പ്ലാനൊക്കെ ഉണ്ട്. കണ്ടുപിടിക്കുന്നതാണ് നാളത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ബൈ ബൈ. നാളെ കാണാം. ബ്ലുപ്പടി ബൈ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ബാംഗ്ലൂരാണ്. സോ ഇന്ന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാനും അലീനയും ജാക്കിവനും കൂടി പുറത്തു പോകാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു മൂവി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാക്കിംഗ് ഒക്കെ കുറേ ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് ഇന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്ന ട്രെയിനും അതും സംഭവങ്ങളും എടുക്കണോ വേണ്ടെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. സോ എന്തായാലും നമുക്ക് പോയിട്ട് ജസ്റ്റ് ഇവിടെ അടുത്ത് എവിടെയാണെന്നാണ് അലീന പറഞ്ഞത്. ഏതോ ഒരു മാർക്കറ്റിൻ്റെ പേര് പറഞ്ഞു. മാർക്കറ്റിൻ്റെ അല്ല, ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അലീന ഇങ്ങനെ ക്യൂട്ടായിട്ട് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാ പോണേ? ക്യൂട്ട്നെസ് വാരി എറിഞ്ഞുകൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ചന്തയിൽ മീൻ വാങ്ങിക്കുക. കണ്ണൻ ചാള മേടിക്കാൻ പോകണ.
അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? പറയടി അങ്ങോട്ട്. ജയനഗർ മാർക്കറ്റ്. ജയനഗർ മാർക്കറ്റ്. ഓക്കെ. ബാർഗെയിൻ ചെയ്യണമെന്ന് ചെന്നേച്ച് 500 രൂപ ഒരെണ്ണം തരാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ 500 രൂപ കൊടുത്ത് മേടിച്ചിട്ട് പോരായിരുന്നു. ഈ 500 രൂപയുടെ സാധനം എത്ര വരെ നമുക്ക് മാർഗേജ് ചെയ്യാൻ പറ്റും? 250 ചെയ്യാം. 250. 500 രൂപ രണ്ടെണ്ണം എടുക്കാന്ന് പറയണം. അപ്പോൾ 250 രൂപയ്ക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ 250 രൂപയ്ക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ വേറെ കടയിലോട്ട് പോകണം. അപ്പോൾ അവർ അപ്പോൾ സിനിമയ്ക്ക് പോകണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ അവർ എന്നെ തിരിച്ചു വിളിച്ചോളും. ഉറപ്പല്ലേ? ബാർഗെയിൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ചൂപ്പിയ പരിപാടി കാണിച്ചിട്ട് വരും. ശരി ഗൈസ്, ഇതാണ് ജയ മാർക്കറ്റ്. അയ്യോ, കുറേ കുഞ്ഞു കടകളുണ്ട് അടുപ്പിച്ച്. ഇത് കണ്ട സൈഡിൽ ഫുള്ള് ഇതാ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ സിനിമ ഒന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയി. അതുകൊണ്ട് സിനിമ എന്തായാലും ക്യാൻസൽ ചെയ്തു. ഗൈസ്, സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. പോവല്ലേ അപ്പോൾ? യെസ്. ഗൈസ്, അലീന ജയനഗറിൽ പോയി വാങ്ങിയ സാധനം കണ്ട എന്താന്ന്? മിനിസ് വാങ്ങിയ സാധനം, ബബിൾ വിടുന്ന സാധനം. കമോൺ. സൂപ്പർ ആയിട്ട് നല്ല സാധനം വാങ്ങത്തുള്ളൂ. അടിയുടെ ഗൈസ്, അപ്പോൾ നമ്മൾ മാഗ്ന ബിരിയാണി കഴിക്കാൻ പോവാണ്. നമ്മൾ വന്നതിൻ്റെ അന്ന് പോകണമെന്ന് വിചാരിച്ച്, അതിൻ്റെ അടുത്ത ദിവസം പോകണമെന്ന് വിചാരിച്ച്, ഒരു ദിവസം നടന്നില്ല. അപ്പോൾ ഇന്ന് പോകണം. അപ്പോൾ ഇന്നെങ്കിലും പോയി കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും മാഗ്ന ബിരിയാണി കഴിക്കാൻ പോവാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഫുഡ് ഒന്നും ഇറക്കി വിട്ട് നടന്ന് അതിൻ്റെ അകത്ത് കിടന്ന് അലമ്പ് കാണിച്ചോണ്ട് എല്ലാവരും ഇതെന്താ ഇവിടെ നടക്കണേ? ഒരു കടയിൽ കഴിക്കാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടേ? നമ്മൾ മറ്റേ ഇവിടെ ആദ്യം വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ബോൺലെസ്സാണ് കഴിക്കേണ്ടേ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബോൺലെസ് ബിരിയാണി, മേഘന സ്പെഷ്യൽ ബിരിയാണി. ഓക്കെ, അപ്പോൾ ബിരിയാണി പോട്ടെ എല്ലാവർക്കും. ഈ സവർ തന്നെ സർവ് ചെയ്യും കേട്ടോ. അലീന കൊതിയോടല്ലേ? ഇതാണ് മേഘന സ്പെഷ്യൽ ബോൺലെസ് ബിരിയാണി. ഓൾറെഡി നമ്മളിത് കഴിക്കുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നുകൂടി കഴിച്ചു നോക്കാം. നമ്മൾ കുറേ നാളായില്ലേ, 1 വർഷത്തിന് മുകളിലായി തോന്നും. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, ജ്യൂസി. മെൽറ്റായി പോകണം, അടിപൊളി, നല്ല ടേസ്റ്റ്. ഒന്നും പറയല, നൈസ്. എങ്ങനെയുണ്ട്? സാധനം കൊള്ളാം. പ്രൊമോഷൻ കാശ് തന്നില്ല അവർ, പ്രൊമോട്ട് ചെയ്യാൻ. കോംബോ ആണ് ഇതിൻ്റെ കൂടെ. മേഘന ബിരിയാണി പ്ലസ് അറേബ്യൻ ഗ്രേപ്പ് പൾപ്പ്. നൈസ് കോംബോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു 3-4 ദിവസം? ഈ പോകുന്ന ഈ വേളയിൽ എന്താണ് പറയാനുള്ളത്?
സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം മാത്രമേ കുറേ കാശ് പോയ ആളാണ്. ഒരു ദിവസം എക്സ്ട്രാ പണി എടുക്കേണ്ട വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ ട്രിപ്പിൽ വന്നപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ട റെക്സിൻ്റെ അടുത്ത് 2 വാക്ക് ഞാൻ വീണ്ടെടുക്കുന്നതായിരിക്കും. വാസലിൻ ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ആള് പാലാരിവട്ടം അണ്ടർ ബ്രിഡ്ജ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സഹായിക്കുന്ന ആളെ. ഇനി നമ്മളെ അക്കോമഡേറ്റ് ചെയ്ത കിരപ്പൻ ആൻഡ് അലീന വളരെ മനോഹരവും സുന്ദരവും സുശീലവുമായ 2-3 ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഇനി നമ്മൾ സർപ്രൈസുകൾ നടത്തുന്നതല്ല, സർപ്രൈസുകളെല്ലാം നമ്മൾ നശിപ്പിച്ച് നിർത്തി. ഇനി എല്ലാവരും ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരണം. ഒരിക്കലും ഇല്ല, ചുമ്മയൊക്കെ വരണം. ബർത്ത്ഡേ ഇല്ലെങ്കിലും വരണം. പ്രായം കഴിഞ്ഞു. വിഷയമായിരുന്നു. അതൊക്കെ മതി. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 മണിക്കാണ് ട്രെയിന്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ചലിക്കുവാണ്. പോവല്ലേ? ബൈ ബൈ. അത് അലീനയൊക്കെ കരയാണ്. അലീന പോട്ടെ കരയണ്ട. ഇറ്റ്സ് ഓക്കെ അലീന, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ബൈ കിരപ്പാ. സ്നേഹ ഫാനിൽ തലയടിച്ചാൽ ഞാൻ ആളെ റെഡ് ബോഡി ആയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഊബർ നേഴ്സ്. ഓരോരുത്തർ പോ. ബൈ. പോവാണ്. അറിയത്തില്ല. അപ്പോൾ ഗൈസ്, എനിവേസ്, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഡേയ്സ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അയ്യോ സോറി അലീന, ഒന്നുകൂടി ബൈ കാണിക്കോ. ബൈ ഒന്നുകൂടി. ഓക്കെ ബൈ ടാറ്റാ. ഇനി അടുത്ത വരവിൽ കാണാം. ബൈ ടാറ്റാ. സോയി കരയണ്ട, പിടിച്ചിരിക്കൂ. സച്ച് എ വണ്ടർഫുൾ ഡേയ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ട്രെയിൻ ഒരു 8 മണിക്കല്ല, 8 മണിക്കാണ് ട്രെയിൻ. നമുക്ക് 8:10 ട്രെയിന് നാട്ടിലോട്ട്. സോ നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. ഒരാൾ മിസ്സിങ് ആയ കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു കെട്ട അപരാധിയുടെ കാറിലായിരുന്നു. അവൻ എഴച്ച് മുട്ട എഴച്ചിലായിരുന്നു. എങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ച് ഇവിടെ. ടൈം ടു ഗോ. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്, കന്യാകുമാരി എക്സ്പ്രസ്. തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ കണ്ടകൾ സ്ലീപ്പറാണ് എടുത്തത്. നമ്മളെവിടെയും നിർത്തുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അതുമാതിരി സ്ലീപ്പറിൽ നമ്മൾ AC എടുത്തത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാനും പോയി കെട്ടിപ്പിടിച്ച് ആയിരിക്കും പോണേ. അപ്പോൾ ബൈ, അടുത്ത് എവിടെ നിർത്തുമ്പോൾ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഈ തെണ്ടികൾ രാത്രി പറയാണ്ട് ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതായിപ്പോയി. അപ്പോൾ നമ്മളുടെ ബോഗി ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ ഇനി എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഏമാരൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ ബാംഗ്ലൂർ, ടാറ്റാ.
അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് സമാഗമനം ആവുകയാണ് ഇവിടെ. ശരിക്കും ഇപ്പോൾ എനിക്ക് ഫീൽ ആവുന്നത് കുഞ്ഞിലെ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഉറപ്പാണ് ഞാൻ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ റൂമിലെത്തിയിട്ട് ഇതിൻ്റെ ഹാങ് ഓവർ മാറാൻ എനിക്ക് കുറച്ച് സമയം എടുക്കും എന്തായാലും. കാരണം ഈ കഴിഞ്ഞ 4-5 ദിവസവും എങ്ങനായിരുന്നു എന്ന് നിങ്ങൾ ഈ വ്ളോഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫുള്ളി എൻഗേജ്ഡായിട്ട് ചിരിയും കളിയും പിന്നെ അതുപോലെ തന്നെ അലീനയുടെ ബർത്ത്ഡേയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഊക്കലും ഫുഡടിയും ഇതെല്ലാം മിസ് ചെയ്യും ഭയങ്കരമായിട്ട്. ശരിക്കും കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് കാശൊക്കെ സേവ് ചെയ്ത് വെച്ച് അങ്ങനെ വന്ന ട്രിപ്പാണ്. ഞാൻ ഇതിനു മുന്നേ ഒന്നും ഇങ്ങനെ കാശൊക്കെ സേവ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പിനൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഈ ട്രിപ്പ് അങ്ങനെ വന്ന ട്രിപ്പാണ്. ആൻഡ് അതുകൊണ്ടായിരിക്കണം മേ ബി അത് ഭയങ്കര മെമ്മറബിൾ ആവുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. ഇനി എന്നാൽ നമ്മുടെ ഈ ബാംഗ്ലൂർ ഗ്യാങ് റീയൂണൈറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എല്ലാവരും തിരക്കിലാവുകയാണ്. കുക്കണ്ണൻ ദുബായി പോവാണ് നെക്സ്റ്റ് മന്ത്. ജാക്കിമോനും റെക്സും ജോലിക്ക് കയറുവാണ്. ഇനി എന്നാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് വരുന്നതെന്ന് അറിയത്തില്ല. എനിവേ ഈ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കുറേ മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച് അലീന, കിരപ്പൻ. ഞങ്ങൾ ബാംഗ്ലൂർ ട്രിപ്പ് എപ്പോൾ വന്നാലും ഞങ്ങളെ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും ഞങ്ങളെ എവിടെയും കൊണ്ടുപോകാനും അല്ലെങ്കിൽ എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഞങ്ങളിപ്പോൾ എത്താറായി. അടുത്ത സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ആൻഡ് ഇറ്റ്സ് ടൈം ടു ഗുഡ് ബൈ. നമ്മളുടെ ഈ ഒരു ബാംഗ്ലൂർ ഗ്യാങ് ഉടനെ തന്നെ ഇനി അടുത്തെങ്ങാനും ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ അവർ ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ. ദേശീയവന്മാരിന് ഇവിടെ നേരെ ഇവർ ട്രിവാൻഡ്രം നിങ്ങൾ 3 ട്രിവാൻഡ്രം അല്ലേ? ഒരു 3 ട്രിവാൻഡ്രം ഇറങ്ങും. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവന്മാരും പോയി. അപ്പോൾ നമുക്ക് പോകണ്ടേ ഇനി? ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര അടിപൊളി ഒരു 4 ദിവസമായിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ്. നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണാം. സൈനിങ് ഓഫ്, ഡ്രീമർ ഗെയിമിംഗ്, സോറി മല്ലു സിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ.